നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പരമാത്മാവ് എന്താണെന്നും ജീവാത്മാവ് എന്താണെന്നും എന്താണ് വേദം എന്നും ദക്ഷിണാമൂർത്തി, ശിവലിംഗം, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ മുതലായവരെക്കുറിച്ചും നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. അതുകൂടാതെ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനായ ഗണപതിയെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി നമുക്ക് ശിവൻ്റെയും പാർവതിയുടെയും മറ്റൊരു പുത്രനായ സുബ്രഹ്മണ്യനെക്കുറിച്ച് മനസ്സിലാക്കാം. സുബ്രഹ്മണ്യൻ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പ്രധാനമായിട്ടും സുബ്രഹ്മണ്യൻ സിദ്ധരുടെ ആരാധനാമൂർത്തിയാണ്. അദ്ദേഹത്തെ കൂടുതലും ആരാധിക്കുന്നത് തമിഴ്നാട്, സിംഗപ്പൂര്, മൗറേഷ്യ, ശ്രീലങ്ക മുതലായ രാജ്യങ്ങളിലാണ് കൂടുതലും അദ്ദേഹത്തെ ആരാധിക്കുന്നവരുള്ളത്. സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കുന്നത് ശിവൻ്റെയും പാർവതിയുടെയും പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുരനെയും ശൂരപത്മാസുരനെയും മറ്റും വധിക്കാനായിട്ട് ഉത്ഭവിച്ചു എന്നും അദ്ദേഹം അമ്മ പാർവതീദേവി കൊടുത്ത വേലും ആയുധമായിട്ട് ധരിച്ച് മയിലിൻ്റെ പുറത്ത് കയറി ചെന്ന് ഈ താരകാസുരനെയും ശൂരപത്മാസുരനെയും വധിച്ച് ലോകത്തിന് നന്മയും ദേവന്മാർക്ക് ദേവലോകവും തിരിച്ചു കൊടുത്തു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവസേനാപതിയായിട്ടാണ് നമ്മൾ സുബ്രഹ്മണ്യനെ കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഗൂഢാർത്ഥം എന്താണെന്ന് നോക്കാം. സുബ്രഹ്മണ്യൻ സിദ്ധരുടെ ആരാധനാമൂർത്തിയാണ് എന്ന് പറഞ്ഞല്ലോ. സിദ്ധരുടെ പ്രധാന ഗുരു എന്ന് പറയുന്നത് സദാശിവൻ, അതായത് പരമശിവനാണ്. ഈ പരമശിവൻ്റെ മകനായ സുബ്രഹ്മണ്യനെയാണ് അവർ ധ്യാനത്തിനും മറ്റും ഉപയോഗിക്കുന്നത്. അറിവിൻ്റെ മൂർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ ജ്ഞാനപ്പഴം എന്നാണ് തമിഴിൽ വിശേഷിപ്പിക്കുന്നത്. സു എന്നാൽ നല്ലത് എന്നും ബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം നേടിയവൻ, അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നുമാണ് അർത്ഥം. അപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന പദത്തിനർത്ഥം യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കിയവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് സുബ്രഹ്മണ്യനെ സിദ്ധര് ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി സുബ്രഹ്മണ്യൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ജ്ഞാനശ്ലോകത്തിൽ പറയുന്നത് ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിൻ ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സുബ്രഹ്മണ്യന് 6 മുഖമുണ്ട് എന്ന് പറയുന്നുണ്ട്. സാധാരണക്കാരായ നമ്മൾ വിചാരിക്കും 6 തലയാണ് അത് എന്ന്. പക്ഷേ ഈ 6 മുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഡാധാര ചക്രങ്ങളാണ്. കാരണം ജ്ഞാനത്തിന് വേണ്ടിയാണ് സുബ്രഹ്മണ്യനെ പൂജിക്കുന്നത്, അറിവ് സമ്പാദിക്കാനായിട്ട്. ഇതിൽ എന്തിനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത്? താരകാസുരനെയും ശൂരപത്മാസുരനെയും നിഗ്രഹിക്കാനായിട്ട്. ആരാണ് താരകാസുരൻ? താരകാസുരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ താരക ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മുടെ ആജ്ഞാചക്രത്തിൽ കാണുന്ന ധ്യാനിക്കുവാൻ ഉപയോഗിക്കുന്ന ജ്യോതിസിനെയാണ്. അതുപോലെ തന്നെ സഹസ്രാര പത്മം എന്ന് പറയുന്നത് നമ്മുടെ ശിരസിൽ തന്നെയുള്ള 1000 ദളങ്ങളുള്ള താമരപ്പൂവാണെന്ന് പറയുന്നു. ഇത് രണ്ടും അറിവിനെ തരുന്നത്, ധ്യാനിക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ പദത്തിനെയാണ് ഈ പറയുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദേവന്മാരുടെ ദേവലോകം എന്ന് പറയുന്നതും. അപ്പോൾ ഈ ശൂരപത്മാസുരനും താരകാസുരനും ദേവലോകം ആക്രമിച്ച് കീഴടക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ആലസ്യത്തിൻ്റെ ദേവതകളാണ്. ആലസ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിയാതെ
നമ്മളെ ഒന്നിനും ചെയ്യാൻ കഴിയാതെ ഒരു തരം താമസികമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുന്ന നമുക്ക് ഒന്നും ചിന്തിക്കുവാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. അങ്ങനെ ആ ദേവലോകത്തെ, അതായത് നന്മ കിട്ടുന്ന നല്ല ഐശ്വര്യം തരുന്ന ആ ദേവലോകത്തെ ഈ അസുരന്റെ ശക്തികളെ ചെന്ന് നിർവീര്യമാക്കി, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് നിഷ്കാസിതരാക്കി എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ താരകാസുരനും ശൂരപത്മാസുരനും അവിടെ നമ്മുടെ ആജ്ഞാചക്രത്തിലും സഹസ്രാര പത്മത്തിലും ചിന്താശേഷിയെ എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ചിന്താശേഷിയെ ഉണർത്തുവാൻ വേണ്ടിയാണ് ശിവന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ അവതരിച്ചത് എന്ന് കണക്കാക്കാം. സുബ്രഹ്മണ്യന് 6 തലയുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ധ്യാനിക്കുവാനിരിക്കുമ്പോൾ ഷഡാധാര ചക്രങ്ങളിൽ കൂടെയാണല്ലോ ഈ ധ്യാനത്തിൻ്റെ കുണ്ടലിനി ശക്തി മുകളിലേക്ക് ഉയർന്നു വരുന്നത്. അപ്പോൾ ഓരോ ആധാര ചക്രങ്ങളും സുബ്രഹ്മണ്യന്റെ ഓരോ ശിരസ്സായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഓരോ ശിരസിൽ കൂടിയും ചിന്തകളെ പായിച്ച് മുകളിലേക്ക് എത്തുകയാണ് അതിൻ്റെ ലക്ഷ്യം. സുബ്രഹ്മണ്യന്റെ വേല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശക്തിയുടെ ചിഹ്നമാണ്. അതായത് പാർവതി ദേവിയാണല്ലോ ശിവന്റെ ശക്തിയായിട്ടുള്ളത്. ഈ ദേവിയാണ് സുബ്രഹ്മണ്യന് ഈ വേല് കൊടുത്തിരിക്കുന്നത്. ഈ വേല് എന്ന് പറയുന്നത് മുകളിലേക്ക് ചിന്താശക്തിയെ പായിക്കുവാനുള്ള ശക്തിയാണ് ഈ വേല്. ആ വേലിൻ്റെ ഊർത്ത മുനയുടെ നടുക്കായിട്ട് ഒരു പൊട്ടും 3 ഭസ്മക്കുറിയും കാണാം. ഇത് നമ്മുടെ നെറ്റിയിലുള്ള ആജ്ഞാചക്രത്തെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി വേറൊന്ന്, സുബ്രഹ്മണ്യന്റെ ഈ വേലിൻ്റെ താഴെയായിട്ട് ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ മൂലാധാര ചക്രത്തിൽ ചുറ്റിക്കിടക്കുന്ന, നേരത്തെ ഗണപതിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന അതേ കുണ്ടലിനി ശക്തി, ഉറങ്ങിക്കിടക്കുന്ന ശക്തിയാണ് ഈ താഴെ കാണുന്ന സർപ്പം. ഈ സർപ്പം ഉണർന്ന് ഈ വേലിൻ്റെ ദിശയിലേക്ക് പായിച്ച് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഇതിൻ്റെ കൂടെ സുബ്രഹ്മണ്യൻ ആരുടെ പുറത്താണ് കയറി വരുന്നത്? മയിൽവാഹനായിട്ട്. ഈ മയിൽ എന്ന് പറയുന്നത് പീലി വിടർത്തിയിരിക്കുന്ന മയിലാണ്. അപ്പോൾ മുകളിലേക്ക് നമ്മുടെ ശക്തിയെ പായിച്ച് ഷഡാധാര ചക്രങ്ങളിലൂടെ ഈ താരക ബ്രഹ്മത്തിൽ അഥവാ നമ്മുടെ ആജ്ഞാചക്രത്തിലും സഹസ്രാര പത്മത്തിലും എത്തുമ്പോൾ അവിടെ നമ്മുടെ ചിന്തകളെ പീലി വിടർത്തി ആടുകയാണ്. അതായത് ഏറ്റവും ആനന്ദകരമായ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ സുബ്രഹ്മണ്യനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ അലസത വിട്ട് മുകളിലേക്ക് നമ്മുടെ ശക്തിയെ പായിച്ച് നമുക്ക് അജ്ഞത ദൂരീകരിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി സുബ്രഹ്മണ്യന് 2 ഭാര്യമാരുണ്ട്. ദേവസേനയും വള്ളിയുമാണ് ഇവർ 2 പേര്. ദേവസേനയും വള്ളിയും എന്ന് പറയുമ്പോൾ ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമാണത്. ഇച്ഛാശക്തി ആയ ദേവസേനയുടെ നിറം നീല നിറമാണ്. ഇതാണ് ഇച്ഛാശക്തി. ക്രിയാശക്തിയുടെ നിറം, അതായത് വള്ളി ദേവിയുടെ നിറം പച്ച നിറമാണ്. ഭൂമിയെ ഫലഭൂഷ്ടമായിട്ടുള്ള ഭൂമിയെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ക്രിയാത്മത കൊണ്ട് പ്രവർത്തിച്ച് ഫലഭൂഷ്ടമാക്കുന്ന ഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സുബ്രഹ്മണ്യന്റെ കൊടിയടയാളം, കൊടി മുകളിലേക്ക് പാറി പറക്കുന്ന ഈ കൊടിയുടെ അടയാളമായിട്ട് കാണുന്നത് കോഴിയാണ്. കോഴി കൂവുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദമാണല്ലോ, അതായത് നാദബ്രഹ്മമാണ്. മുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പായിച്ച് നമ്മൾ സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ കേൾക്കുന്ന നാദബ്രഹ്മമാണ് യഥാർത്ഥത്തിൽ ഈ കോഴിയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സുബ്രഹ്മണ്യനെ നമ്മൾ ഇതേ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നേരത്തെ ഉള്ള ദേവതമാരെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെ ആക്ടിവേറ്റ് ആക്കിയിട്ട് അവയെ പലതരത്തിലും പ്രവർത്തിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനാണ് ഈ ദേവതാ സങ്കല്പങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കുക.
ഷഡാധാര ചക്രം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോക്രൈൻ സിസ്റ്റമാണ്. അപ്പം ഇതിലെ ഓരോരോ സിസ്റ്റത്തെയും ഓരോരോ ഗ്ലാൻഡുകളെയും ഓരോരോ ധ്യാനത്തിലൂടെ നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാണ് ഈ ഓരോ മുഖങ്ങളുടെയും ധ്യാനത്തിലൂടെയും ചിന്താശക്തിയിലൂടെയും വരുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ചിരുന്നാൽ എങ്ങനെ ഇത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് 99% നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെ പോലെയുള്ള ഗ്രന്ഥികളിലെ ഹോർമോണുകളാണ് യഥാർത്ഥത്തിൽ അസുഖത്തെ മാറ്റുന്നത്. ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ഗൗരവത്തിലെടുക്കാതെ എല്ലാം കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി തിന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഓരോ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരുന്നത്. ഷഡാധാര ചക്രങ്ങൾ എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണെന്ന് പറഞ്ഞു. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ തകരാറുകളാണ് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളുടെ 99% നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിൻ്റെ ശക്തി കൊണ്ട് എങ്ങനെ അസുഖം മാറ്റാം എന്ന് പലരും ഇപ്പോൾ ശങ്കിക്കുന്നുണ്ടാകാം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. നമ്മൾ ഒരാൾക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ആഹാരം, ഉദാഹരണത്തിന് പഞ്ചസാര പാൽപ്പായസം അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്ന് കിട്ടെ, അവർ വളരെ സന്തോഷത്തോടെ ഇത് കഴിച്ചു എന്ന് ഇരിക്കട്ടെ. ഇത് കഴിച്ചു കഴിഞ്ഞ് അവരോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ പായസം എന്ന് ചോദിച്ചാൽ അവർ പറയും വളരെ നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ നമ്മൾ അവരോട് പറയുകയാണ്, ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഇതിലൊന്ന് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നറിയാനാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഉടനെ ആ മനുഷ്യൻ ഇത് മുഴുവനും ഛർദ്ദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അതിനകത്തൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അവരുടെ മനസ്സിനെ നമ്മൾ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി. ഇതാണ് മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രക്രിയകളെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ പണ്ട് കാലത്ത് അതിനുള്ള മരുന്നുകൾക്ക് പകരം ഇതേപോലെയുള്ള ധ്യാനത്തിലൂടെയും മറ്റും നമ്മൾ ഈ വക അവയവങ്ങളെ ആക്ടിവേറ്റ് ആക്കിയാണ് നമ്മുടെ പ്രവൃത്തികളെ, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ മഹർഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. സുബ്രഹ്മണ്യൻ്റെ പ്രധാന വഴിപാട് കാവടി അഭിഷേകമാണെന്ന് അറിയാവുന്നതാണല്ലോ. എന്താണ് ഈ കാവടി അഭിഷേകം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈശ്വരൻ്റെ സഹായത്താൽ നമ്മൾ നേടിയ സമ്പത്തെല്ലാം, അതായത് ദൈവാധീനത്താൽ കിട്ടിയ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉപയോഗിച്ച് നമ്മൾ നേടിയ ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം പൂർണ്ണ മനസ്സോടെ ഈശ്വരൻ്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഈശ്വരനിൽ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ദൈവാധീനത്താൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ കാവടി നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ തന്നെ കെട്ടി നിറച്ച് നമ്മൾ തോളത്ത് എടുത്തു വച്ച് മല കയറി അവിടെ ചെന്ന് അഭിഷേകം നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചിന്താഗതിയല്ലേ എന്ന് നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പിന്നാലെ മനസ്സിലാക്കാം. നമസ്കാരം.